വിദ്യാഭ്യാസ കൃത്യങ്ങളിൽ ഏർപ്പെടുന്ന മതസ്ഥരായിട്ടുള്ള ആളുകൾ അവരുടെ ദൈവത്തോട് പറയണം, ഈ വിദ്യാഭ്യാസ നേരങ്ങളിൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാനുള്ള അസൗകര്യമുണ്ട്, അതിന് പറ്റുന്ന സംസ്കൃതിയല്ല ഈ സമൂഹത്തിൽ നിലനിന്നു പോകുന്നത്, അസ്ഥാനത്തുള്ള പ്രാർത്ഥനകൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്ന ഒരു അന്തരീക്ഷമല്ല നമ്മുടെ ഈ മണ്ണിലുള്ളതെന്നും, അതുകൊണ്ട് ദൈവത്തിനു കൂടി യോജിക്കുന്ന ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് ആ സമയത്ത് പ്രാർത്ഥിക്കുകയും അവരവർക്ക് വേണ്ട അനുഗ്രഹങ്ങളും വരങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിറവേറ്റിയെടുക്കുകയും ചെയ്യാനുള്ള ഒരു സംവിധാനം ദൈവവുമായി കൂടി ആലോചിച്ച് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാരമുറി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം മതസ്ഥകളായിട്ടുള്ള വിദ്യാർത്ഥിനികൾ ആ കോളേജിലെ പ്രിൻസിപ്പലിനെ തടഞ്ഞു വെക്കുകയും അവരോടൊപ്പം SFIക്കാർ കൂടിച്ചേർന്നു എന്നൊക്കെയുള്ള വാർത്തകളും മറ്റും കേട്ട ഒരു നിമിഷം ചെയ്തുകൊണ്ടിരുന്ന ഒരു വീഡിയോ, അല്ലെങ്കിൽ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിച്ചിട്ട് മറ്റു വീഡിയോയിലേക്ക്, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോയിലേക്ക് തിരിച്ചു പോകാം, ആ ജോലിയിലേക്ക് കടക്കാം എന്നുള്ള ഒരു വിചാരം മനസ്സിലുണ്ടായപ്പോൾ ഒട്ടും സമയം കളയാതെ ഈ സംസാരത്തിനായി നാവുമെടുത്ത് ഞാനിങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നതാണ്. അപ്പോൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാരമുറി വേണം എന്ന ആവശ്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നാമത് വളരെ വിദ്യാഭ്യാസ വിരുദ്ധനായിട്ടുള്ള ഒരാളാണ് പോകൻ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ പൊങ്ങനെ പോലെ ഒരു പ്രതികരണ തൊഴിലാളി തയ്യാറാവേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ള ഒരു ആലോചന മനസ്സിൽ വന്നെങ്കിലും സ്വാഭാവികമായിട്ടും മതം, രാഷ്ട്രീയം മുതലായ കാര്യങ്ങളോടുള്ള പോങ്ങന്റെ അനുകൂല ഭാവം മുതലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും 2 വാക്ക് സംസാരിച്ചിട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരികയാണ് ചെയ്തത്. സംസ്കൃതത്തിലല്ല, ഹരിത മലയാളത്തിലാണ് സംസാരിക്കുന്നത്. കാരണം വിഷയം മതസ്ഥകളുടേതാകുമ്പോൾ സ്വാഭാവികമായിട്ട് സംസ്കൃതത്തിന് ഇവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല. അതുകൊണ്ട് ഹരിത മലയാളത്തിൽ കാര്യം പറയാം. കുറച്ചു കാലം സ്കൂളിലും കോളേജിലും ഒക്കെ പഠനം നടത്താനുള്ള ദൗർഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഈ പോങ്ങൻ. പക്ഷേ സമൂഹം എന്നെ പാഠം പഠിപ്പിച്ചതുപോലെ, ഈ ജീവിതം എന്നെ പഠിപ്പിച്ചതുപോലെ എനിക്ക് ഉതകുന്നതോ ഗുണമാവുന്നതോ എൻ്റെ ജീവിതത്തിന് ഏതെങ്കിലും നിലയിലുള്ള പ്രയോജനം ചെയ്യുന്നതോ ആയിട്ടുള്ള പഠനങ്ങളൊക്കെ എനിക്ക് സമൂഹത്തിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. എങ്കിൽ പോലും വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നും, ഇപ്പൊ പോങ്ങനെ പോലെ ജീവിതം നയിക്കാൻ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല, പക്ഷെ അതല്ലാതെ ഒരു ഉന്നതമായ ജീവിതം നയിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഈ സമൂഹത്തിൽ തീർച്ചയായിട്ടും ഒരു സ്ഥാനത്ത് എത്തി നമ്മുടെ സാമ്പ്രദായിക സമൂഹം വിജയിയായിട്ട് കണക്കാക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം വേണം. അതിന് അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രം പോരാ, തീർച്ചയായിട്ടും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം വേണം. അതൊക്കെ സത്യമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തെ വില കുറച്ച് പോങ്ങൻ കാണുന്നില്ല. പക്ഷെ പോങ്ങനെ പാഠം പഠിപ്പിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ ഈ സമൂഹമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എങ്കിലും എൻ്റെ ചെറുപ്പകാലത്തെ ആ ഒരു സ്കൂൾ കാലത്തൊക്കെ പ്രധാനമായിട്ടും എൻ്റെ സഹപാഠികൾക്കും അതുപോലെ തന്നെ എനിക്കുമൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഈ കർക്കിടകം പോലുള്ള ഈ മാസം കർക്കിടകമാണല്ലോ, അപ്പോൾ ഈ കർക്കിടക മാസത്തിലൊക്കെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ മഴയാണ്, അപ്പോൾ അധികം പുറത്ത് പോയി കളിക്കാനൊന്നും മാർഗ്ഗമില്ല, സ്വാഭാവികമായിട്ടും അധികം വിയർക്കുന്നില്ല. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ മൂത്രസഞ്ചിയിൽ നിറയും. അപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് ശക്തമായിട്ട് മൂത്രസഞ്ചി നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നത്, മൂത്രമൊഴിക്കാനുള്ള മുട്ടൽ കലച്ചിലാവും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അധ്യാപകനോടൊന്ന് ചോദിക്കും, നമ്മുടെ ഗുരുനാഥനോട് ചോദിക്കും, അല്ലെ ഗുരുനാഥയോട് ചോദിക്കും, ഒന്ന് മൂത്രമൊഴിക്കാൻ പൊക്കോട്ടെ. അങ്ങനെ അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി അവർക്കൊക്കെ, അന്നത്തെ നമ്മുടെ ഗുരുക്കന്മാർക്കൊക്കെ അറിയാം മൂത്രം മുട്ടുന്നതിന്റെ ബുദ്ധിമുട്ട് എത്ര വലുതാണ് എന്നുള്ളത്. അതുകൊണ്ട് അവർ നമ്മളെ അനുവദിക്കും, നമ്മൾ ഓടിപ്പോയി മൂത്രമൊഴിക്കും. എന്നിട്ട് നല്ല ശൂന്യമായിട്ടുള്ള മൂത്രസഞ്ചിയുമായി വളരെ ആശ്വാസത്തോടെ വിമ്മിഷ്ടമില്ലാത്ത വയറോടുകൂടി നമ്മൾ വീണ്ടും ക്ലാസ്സിൽ വന്ന് അടുത്തിരിക്കുന്ന കുട്ടിയോടൊക്കെ പൊങ്ങനെ പോലുള്ളവർ വർത്തമാനം പറഞ്ഞും അധ്യാപകന്റെ ചോക്കേറ് വാങ്ങിയും വഴക്ക് കേട്ടും തല്ലുകൊണ്ടും ചൂരലിന്റെ തുമ്പും അധ്യാപകന്റെ നഖവും കൂടി ചേർത്തുകൊണ്ട് തൊലി ഇളക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിനൊക്കെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് അങ്ങോട്ട് ജീവിക്കും. പഠിക്കാനുള്ളവർ തീർച്ചയായിട്ടും പഠിക്കും. ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, അപൂർവമായിട്ട് ചില കുട്ടികൾക്ക് തൂറാനും, അങ്ങനെ പറയാൻ പാടില്ലെങ്കിൽ ഗ്രാമീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിസർജിക്കാനുള്ള മുട്ടൽ, അത് കുറച്ച് ഗ്രാമീകരിച്ച് പറയുമ്പോൾ തൂറാനുള്ള മുട്ടൽ, അങ്ങനെ മൂത്രമൊഴിക്കാനും തൂറാനുമൊക്കെ മുട്ടുന്ന ഒരു സ്ഥിതി തീർച്ചയായിട്ടും എൻ്റെ കലാലയ കാലങ്ങളിലൊക്കെ ഞാനും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊന്നും മറക്കുന്നില്ല. അപ്പോൾ ആ മുട്ടൽ എത്ര വലുതാണ് എന്നുള്ളത്, അതുപോലെ മുട്ടുമ്പോൾ അത് സാധ്യമാകുമ്പോൾ, സാധിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം എത്ര വലുതാണ് എന്നുള്ളത് തീർച്ചയായിട്ടും പോകാൻ അറിയാം. പക്ഷെ ഒരിക്കൽ പോലും പ്രാർത്ഥിക്കാനുള്ള മുട്ടൽ ആർക്കെങ്കിലും ഉണ്ടായതായി പോങ്ങൻ കേട്ടിട്ടില്ല. പ്രാർത്ഥിക്കാൻ മുട്ടുക, തൂറാൻ മുട്ടുന്നത് പോലെയും മൂത്രമൊഴിക്കാൻ മുട്ടുന്നത് പോലെയും പ്രാർത്ഥിക്കാൻ മുട്ടുക, അതൊരു പുതിയ അസുഖമാണ്. ഈ പ്രാർത്ഥിക്കാനുള്ള മുട്ടലിന് പ്രാർത്ഥനാമുറി ഒരുക്കി കൊടുത്തുകൊണ്ടല്ല അത്തരം മുട്ടലിന് ചികിത്സ നൽകേണ്ടത്. അതായത് പണ്ട് കാലത്ത് പേ പിടിച്ച ആളുകളെ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, സത്യമാണോ എന്ന് അറിയില്ല. പേ പിടിച്ച ആളുകൾക്ക് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല, നമ്മുടെ ആരോഗ്യരംഗമൊന്നും അത്രയും വളർന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പേ പിടിച്ചവരെ മറ്റുള്ളവർക്ക്
കടി ഉപദ്രവവും മറ്റും ഉണ്ടാവാതിരിക്കാൻ, പേ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഒരു മുറിയിൽ അടച്ചിട്ട് അവരുടെ കാലിലൊക്കെ ബന്ധിച്ച് അവരെ അങ്ങനെ മരിക്കാൻ അനുവദിക്കുന്ന ഒരവസ്ഥ. ഇഞ്ചിഞ്ചായി പേ പിടിച്ച് വല്ലാതെ കഷ്ടപ്പെട്ട് നരകിച്ച് മരിക്കാനുള്ള ഒരു അവസ്ഥ സമൂഹം ഉണ്ടാക്കി കൊടുക്കും. കാരണം അന്നത്തെ കാലത്ത് അത്ര കണ്ട് ചികിത്സ ഇല്ലാത്ത ഒരു കാലം, ആരോഗ്യരംഗം ഇത്രത്തോളം വികസിച്ചിട്ടില്ലാത്ത ഒരു കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ കേട്ടറിവ് മാത്രമായിരിക്കും, തെറ്റായിരിക്കാം. എങ്കിലും പോങ്ങനെ അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ ഒരു പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചികിത്സയുണ്ട്, ഫലപ്രദമായ ചികിത്സയുണ്ട്. വലിയ അപകടത്തിലേക്ക് പോവാതിരിക്കാൻ കഴിയുന്ന തരത്തിൽ കുറേയൊക്കെ അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക്, അതിൻ്റെ മാരകത കുറച്ചൊക്കെ കുറയ്ക്കാൻ കഴിയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ കുറെ കൂടി അതിൻ്റെ പരിക്കുകൾ അടക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ആരോഗ്യരംഗം വികസിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു പേപ്പട്ടി കടിച്ച ഒരാളെ ഒരു മുറിയിൽ അടച്ച് ചങ്ങലയിൽ ബന്ധിച്ച് മരിക്കാൻ വിട്ടുകൊടുക്കാറില്ല. അതുപോലെ തന്നെ ഇതൊരു പരിഷ്കൃത സമൂഹമാണ്. സ്വാഭാവികമായിട്ടും ഇതുപോലെ മതബാധയേറ്റ കുട്ടികളെ പ്രാർത്ഥനാ മുറിയിൽ അടയ്ക്കുകയല്ല, അവർക്ക് തീർച്ചയായിട്ടും ചികിത്സ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല മനോരോഗ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സേവനം അവർക്ക് നൽകണം. അതാണ് തീർച്ചയായിട്ടും വേണ്ടത്. ഒരു നിമിഷം. ഹലോ, ഇപ്പോൾ വിളിക്കാം. ശരി ശരി. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനാ മുറിയിൽ അവരെ അടക്കിയല്ല ചെയ്യേണ്ടത്, അല്ലേ? അവർക്ക് തീർച്ചയായിട്ടും ചികിത്സ കൊടുക്കണം. ആ ചികിത്സ കൊടുക്കേണ്ടത് അധ്യാപകരല്ല, വിദ്യാഭ്യാസ സ്ഥാപനമല്ല, ആതുരാലയങ്ങളാണ് കൊടുക്കേണ്ടത്. അതിനുവേണ്ട സംവിധാനങ്ങളാണ് ഒരുക്കി കൊടുക്കേണ്ടത്. പിന്നെ SFIക്കാർ എന്തിന് ഇതിനൊക്കെ പിന്തുണയ്ക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെന്താ ഇനി മുന്നോട്ടുള്ള ഒരു നിലനിൽപ്പ്? ഇതുപോലുള്ള മതസ്ഥരെ താങ്ങിയല്ലാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ ചികിത്സിക്കേണ്ടത് മനോരോഗ വിദഗ്ധരൊന്നുമല്ല, ഏത് കോളേജിന്റെ പരിസരത്തുമുള്ള നാട്ടുകാർ. അവര് കൂട്ടമായി ചേർന്നുകൊണ്ട്, നല്ല വള്ളിച്ചുവരലുകൊണ്ട്, അതല്ലെങ്കിൽ ഒരു 2-3 ഈർക്കിലി എടുത്ത് ഒരു ഈർക്കിലി വടി ഉണ്ടാക്കിയിട്ട്, ഇവരൊക്കെ തൊലിക്കെട്ടി കൂടുതലായതുകൊണ്ട് വലിയ ഗുണമുണ്ടാവില്ല എങ്കിൽ പോലും ഒന്ന് ശ്രമിച്ചു നോക്കുക. നാട്ടുകാർ വില്ലിച്ച് നടക്കുന്ന ഇവന്മാരെയൊക്കെ പിടിച്ചിട്ട് അവന്മാരുടെ ചന്തിക്ക് നഖമുണ്ടെങ്കിൽ, നീട്ടിയ നഖമുള്ളവരാണ്, നല്ല നുള്ളു കൊടുത്താലും മതി, കുറേയൊക്കെ മാറും. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യരാവുമ്പോഴാണല്ലോ മാർക്സിസം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നത്. മനുഷ്യനാവണം. പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യനിലേക്കുള്ളൊരു യാത്രയാണ് നമ്മുടെ ബാല്യം, കൗമാരം, യൗവനം എന്നൊക്കെ പറയുന്നത്. യൗവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ മനുഷ്യനായി എന്ന് അർത്ഥമില്ല. പോങ്ങൻ മധ്യവയസ്സെത്തിയ ഒരാളാണ്. പോങ്ങൻ മനുഷ്യനായിട്ടില്ല പൂർണ്ണമായിട്ടും, മനുഷ്യനായിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമാണോ ഒരാളെ മനുഷ്യനാക്കുക എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പ്രായമല്ല, അനുഭവങ്ങളാണ്, ജീവിതമാണ്. അപ്പൊ കുറേ കാലം ഇങ്ങനെ ജീവിച്ചാണ് എന്താണ് മനുഷ്യത്വം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മനുഷ്യത്വം ഉണ്ടാകുന്ന ഒരു കാലത്ത് മാത്രമേ ഒരു 2 കാലി മനുഷ്യനായിട്ട് മാറുകയുള്ളൂ. മതസ്ഥനായിട്ടോ മാർക്സിസ്റ്റായിട്ടോ അല്ല മനുഷ്യൻ ജീവിക്കേണ്ടത്, മനുഷ്യനായിട്ട് തന്നെയാണ്. കുറഞ്ഞപക്ഷം മനുഷ്യനായിട്ട് മരിക്കാനെങ്കിലുമുള്ള ശ്രമം ഈ മതസ്ഥരും മാർക്സിസ്റ്റുകളും തീർച്ചയായിട്ടും നടത്തണം. അപ്പോൾ SFIക്കാരെ തീർച്ചയായിട്ടും ചികിത്സിക്കേണ്ടത് നാട്ടുകാർ അവരുടെ വള്ളിച്ചുവരൽ കൊണ്ടോ നഖം കൊണ്ടോ ഒക്കെയാണ്. പ്രാർത്ഥിക്കാൻ മുട്ടുന്നവരെ ചികിത്സിക്കേണ്ടത് മാനസികാരോഗ്യ കേന്ദ്രങ്ങളാണ്. ഞാൻ പറയുന്നത് ചില വകതിരിവ് നമുക്കുണ്ടാവണം. നിർമ്മല കോളേജ് എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ സഭയുടെ നിയന്ത്രണത്തിലുള്ള ഒരു കോളേജായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ മതവിശ്വാസമോ എന്റെ സാമൂഹ്യ ബുദ്ധിയോ ഒരു മതസ്ഥരുടെ സ്ഥാപനത്തിൽ പഠനം നടത്താൻ അനുവദിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് സർക്കാർ കോളേജുകളെ ആശ്രയിക്കും വിദ്യാഭ്യാസത്തിനായി. അതല്ല, ഒരു മതസ്ഥരുടെ സ്ഥാപനത്തിൽ പോയി വിദ്യ അഭ്യസിക്കണമെന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മതസ്ഥർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ്. സർക്കാർ അനുവദിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മതസ്ഥർ അവരുടേതായിട്ടുള്ള ചില താല്പര്യങ്ങൾ അതിനകത്ത് കലർത്തും. അത് മാനിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതാണ് മര്യാദ. ഞാനിപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരിക, നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ വീടിന് നിങ്ങളുടേതായിട്ടുള്ളൊരു ചിട്ടയുണ്ടാവും. ഞാൻ എൻ്റെ വീട്ടിൽ പുറത്തൂടെ ഇടുന്ന അതേ ചപ്പൽ തന്നെ ഉപയോഗിച്ച് ഞാൻ എൻ്റെ അടുക്കളയിലും എൻ്റെ കുളിമുറിയിലും എൻ്റെ കിടപ്പുമുറിയിലും ഒക്കെ നടക്കുന്നു കൂട്ടുക, നടക്കുന്നു കൂട്ടുക, സങ്കല്പിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. പുറത്തുകൂടി ഇടുന്ന പാദരക്ഷ മുറിയിലേക്കോ അതല്ലെങ്കിൽ നമ്മുടെ തിണ്ണയിലേക്കോ ഒന്നും, സിറ്റൗട്ടിലേക്കോ ഒന്നും കയറ്റാൻ അനുവദിക്കാത്ത ഒരു സ്വഭാവമുള്ള കൂട്ടരാണ്. അതൊരു നിഷ്ഠയായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതിനെ മാനിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ ഇന്നതാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അത് ചെയ്യാൻ നിൽക്കരുത്. അത് വിവരമില്ലായ്മയാണ്, തല്ലുകൊള്ളിത്തരമാണ്. നിങ്ങളെ മാനിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. നിങ്ങളുടെ ഇഷ്ടങ്ങളെ മാനിച്ചേ പറ്റൂ, കാരണം ഞാൻ നിങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത്. ഈ ഒരു വകതിരിവാണ്
ഒരു സാമൂഹ്യ ബോധത്തിന്റെ അടിസ്ഥാനം, പൗരബുദ്ധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വകതിരിവാണ്. അപ്പോൾ പറയുന്ന മതസ്ഥരായിട്ടുള്ള കുട്ടികൾ ഒന്നുകിൽ അവരുടെ മതസ്ഥരായിട്ടുള്ള ആളുകൾ നടത്തുന്ന വിദ്യാഭ്യാസ ശാലയിൽ പോയിട്ട് പഠിക്കാനുള്ള വഴികൾ നോക്കുക, അതല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കുക. അതല്ലാതെ ഇതര മതസ്ഥരുടെ അവിടെ ചെന്നിട്ട് തങ്ങളുടെ ഇഷ്ടങ്ങൾ സാധിക്കണമെന്ന് പറയുന്നത് പോക്കരിത്തരമാണ്, തല്ലുകൊള്ളിത്തരമാണ്. പോങ്ങന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ പ്രാർത്ഥിക്കാൻ മുട്ടി നടക്കുന്ന ഈ കുട്ടികളുടെ ആ പ്രയാസം മാറ്റാൻ ഏറ്റവും നല്ലത് ആ കുട്ടികൾ അവരുടെ ദൈവത്തോട് കൂടി ആലോചിച്ചുകൊണ്ട്, ഞങ്ങളിങ്ങനെ വിദ്യാഭ്യാസമൊക്കെ കഴിച്ച് ജീവിക്കുന്ന കുട്ടികളാണ്, അതിനുള്ള പ്രായമാണ്, തീർച്ചയായിട്ടും ഭൂമിയിൽ അങ്ങനെയുള്ള ഒരു സംവിധാനമുണ്ട്, ദൈവം സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ പോലല്ല ഇവിടെ. അപ്പൊ ദൈവത്തിനൊരു ബോധവൽക്കരണം നിങ്ങൾ നടത്തണം, കുട്ടികൾ പറഞ്ഞു കൊടുക്കണം. ഈ പ്രാർത്ഥിക്കാൻ തിക്കുമുട്ടി, എനിക്കറിയാം ഈ മുട്ടലിന്റെ ബുദ്ധിമുട്ടറിയാം. അപ്പം അപ്പി വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വിസർജിച്ച് കളഞ്ഞാലും ഉണ്ടാകുന്ന പ്രയാസം ചിലരില്ല. ആ മുട്ടൽ എന്ന് പറയുന്നത്, തൂറാനുള്ള മുട്ടൽ എന്ന് പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടല്ല നമുക്ക് ഉണ്ടാക്കുന്നത്. അതുപോലെ മൂത്രം ഒഴിക്കാനുള്ള മുട്ടൽ ചെറിയ ബുദ്ധിമുട്ടല്ല. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ പ്രാർത്ഥിക്കാനുള്ള മുട്ടൽ. പോകാൻ അത് അനുഭവിച്ചിട്ടില്ല. ബാക്കി ആദ്യം പറഞ്ഞ 2 മുട്ടലും പോകാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 3ാമത്തെ മുട്ടൽ ഇതുവരെ പോകാൻ അനുഭവിച്ചിട്ടില്ല. എങ്കിൽ പോലും ആദ്യത്തെ 2 മുട്ടലിനോട് തീർച്ചയായിട്ടും ചേർന്ന് നിൽക്കുന്ന ഒരു മുട്ടൽ തന്നെ ആയിരിക്കും. അപ്പൊ ആ വിമ്മിഷ്ടം പോകാൻ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രാർത്ഥനാമുറി ഒരുക്കി തരിക എന്നുള്ളതല്ല. നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോൾ അതിന് നിങ്ങളെ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവിടെ മൂത്രപ്പുരയിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ലെങ്കിൽ അനീതിയാണ്. അതുപോലെ അപ്പിയിടാൻ അപ്പിപ്പുരയില്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ പ്രാർത്ഥിക്കാൻ മുട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയരുത്. അത് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് തന്നെ കൂടിയാലോചിച്ചുകൊണ്ട് ദൈവത്തെ നിങ്ങൾ ബോധവൽക്കരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യമില്ല, അതുകൊണ്ട് ദൈവം ഒന്ന് അടങ്ങണം എന്ന് പറഞ്ഞ് ദൈവത്തെ ബോധവൽക്കരിക്കുക. ഭൗമികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തോട് പറഞ്ഞു കൊടുക്കുക. ഇന്ന രീതിയിലാണ് മനുഷ്യരിവിടെ പെരുമാറുന്നത്, ഈ മണ്ണിൽ ഇതൊക്കെ പറ്റുള്ളൂ, അതുകൊണ്ട് ദൈവം ഒന്ന് തീർച്ചയായിട്ടും ചെറിയ വിട്ടുവീഴ്ച ഞങ്ങളോട് ചെയ്യണം, സമയത്തിൽ ചെറിയ നീക്കുപോക്കുകൾ ഞങ്ങൾക്ക് ചെയ്തു തരണം. ഞങ്ങൾ ഈ സമയം മുതൽ ഇന്ന സമയം വരെ കോളേജിൽ ഇരുന്ന് പഠിക്കുകയായിരിക്കും, അപ്പോൾ ആ സമയത്ത് ഞങ്ങളെ ഇങ്ങനെയുള്ള മുട്ടൽ ഞങ്ങൾക്ക് തരരുത്, അതുകൊണ്ട് ഞങ്ങളുടെ ഈ മുട്ടൽ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നിവർത്തിച്ചോളാം എന്ന് പറഞ്ഞ് ദൈവത്തോട് അനുവാദം വാങ്ങി ദൈവത്തിൻ്റെ കൂടി ഒരു സമയം നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ അനുമതിയോടുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന വിദ്യാഭ്യാസ സമയത്തിന് ഒഴിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറയോ നിൽക്കുന്ന സമയം തിരഞ്ഞെടുത്ത് നിങ്ങൾ അങ്ങ് പ്രാർത്ഥിച്ചോളുക. ഇനി തീരെ നിവൃത്തിയില്ല, ദൈവം അങ്ങനെ കടുംപിടുത്തം പിടിക്കുകയാണ്, ഇന്ന സമയത്ത് ഈ വിദ്യാഭ്യാസ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ മുട്ടൽ നിങ്ങൾ നിവർത്തിച്ചേ അടങ്ങൂ എന്ന് പറയുകയാണ്, അങ്ങനെ പ്രാർത്ഥന കേൾക്കാൻ മുട്ടി നിൽക്കുകയാണ് ദൈവങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധികാരികളോട് പറയുക, ഞങ്ങളുടെ ദൈവം ഇത് വലിയ പ്രശ്നക്കാരനാണ്, ഞങ്ങളുടെ ദൈവം ഇന്ന സമയം തെറ്റി ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് പ്രശ്നങ്ങളുണ്ടാവും, പുള്ളി ഒരു കാര്യവും അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള വരം, ഞങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള അനുഗ്രഹം, ഞങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള നേട്ടങ്ങളെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ഞങ്ങളുടെ മുട്ടൽ നിവർത്തിക്കാൻ വേണ്ടുന്ന ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചു തരണം. അതിനുവേണ്ടി ഞങ്ങൾ ഇന്ന സ്ഥലത്ത്, ഏറ്റവും അടുത്ത ഒരു സ്ഥലത്ത് ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ മന്ദിരമുണ്ട്, ഞങ്ങൾ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കുക. തീർച്ചയായിട്ടും അവർ അനുവാദം തരുമെന്നാണ് പോങ്ങന്റെ ഒരു പ്രതീക്ഷ. ഇതല്ലാന്നുണ്ടെങ്കിൽ പോങ്ങൻ അവരോട് യാചിക്കുന്നു. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാനുള്ള മുട്ടൽ കലശലാവുന്ന കുട്ടികളെ തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥനാശാലകളിലേക്ക് പറഞ്ഞുവിടാനുള്ള അനുവാദം നിങ്ങൾ കൊടുക്കുക. അവരവിടെ പോയി പ്രാർത്ഥിച്ചു വരട്ടെ. അവർക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക പോലും വേണ്ട. നിങ്ങൾ ബാക്കി അവിടെ ക്ലാസ്സിലുള്ള കുട്ടികളെ പാഠം പഠിപ്പിക്കുക. ഇവർക്ക് വേണ്ട പാഠം ദൈവം കൊടുക്കട്ടെ, അവരുടെ ദൈവം ആ കാര്യങ്ങൾ, ആ ചുമതല വഹിക്കട്ടെ. പ്രാർത്ഥിച്ചെല്ലാം നേടാൻ പറ്റുമെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പോലും ആവശ്യമില്ല. എന്തിനാണ് ഇവരിങ്ങനെ പഠിക്കാൻ വരുന്നതെന്ന് പോലും അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ദയവായിട്ട് ഇത്തരം കാര്യങ്ങൾ കൂടിയാലോചിക്കേണ്ടത് അവരുടെ ദൈവവുമായിട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിനകത്ത് യാതൊരുവിധ പങ്കുമില്ല. പ്രാർത്ഥനാ മുറി ഒരുക്കി കൊടുക്കണ്ട. മൂത്രമൊഴിക്കാനുള്ള മുട്ടലിനും അപ്പിയിടാനുള്ള മുട്ടലിനുമുള്ള പരിഹാരം മാത്രം നോക്കിയാൽ മതി. പ്രാർത്ഥിക്കാനുള്ള മുട്ടൽ അത് അവരുടെ മതസ്ഥർ കൈകാര്യം ചെയ്യട്ടെ, അവരുടെ ദൈവവുമായിട്ട് കൂടി ആലോചിച്ച് വേണ്ടത് ചെയ്തോട്ടെ. സമൂഹത്തിന് അതിൽ യാതൊരു പങ്കുമില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. സമാധാന പ്രേമികൾ നടത്തുന്ന ഒരു വിദ്യാഭ്യാസ ശാല, സ്വാഭാവികമായിട്ടും അവിടേക്ക് ഹൈന്ദവരായിട്ടുള്ള അല്ലെങ്കിൽ ഫാസിസ്റ്റുകളായിട്ടുള്ള ഒരു പറ്റം കുട്ടികൾ പഠിക്കാൻ ചെല്ലുന്നു. കർക്കിടക മാസം ആകുമ്പോഴത്തേക്കും അവർക്ക് രാമായണം വായിക്കാനുള്ള കുത്തൽ അങ്ങോട്ട് ഇളകുന്നു എന്ന് കൂട്ടുക. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് കർക്കിടക മാസമാണ്, രാമായണം വായിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ട് സമാധാന പ്രേമികളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് രാമായണം വായിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നിങ്ങൾ ഒരുക്കി തരണം, നിങ്ങൾ ഒരു നിലവിളക്ക് ഞങ്ങൾക്ക് കൊളുത്തി തരണം, അല്ലെങ്കിൽ ഒരു നിലവിളക്ക് സംഘടിപ്പിച്ച് തരണം, അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഫാസിസ്റ്റ് കുട്ടികളുടെ ഉള്ളം തുടയിൽ നുള്ളാണ് കൊടുക്കേണ്ടത്.
അത് വകതിരിവില്ലായ്മയാണ്. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവിടെ പഠിക്കാൻ ചെല്ലുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ജോലി, അവരുടെ ഉത്തരവാദിത്തം. അല്ലാതെ പ്രാർത്ഥിക്കാനുള്ള മുട്ടൽ അടക്കി കൊടുക്കുക എന്ന് പറയുന്നത്, മൂത്രമൊഴിക്കാൻ മൂത്രപ്പുരകൾ വേണം, അപ്പിയിടാൻ വേണ്ട സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിരിക്കണം. അങ്ങനെയുള്ള പെട്ടെന്നുള്ള ഇതുപോലുള്ള പ്രകൃതിയുടെ വിളി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന് പരിഹാരം കാണാനുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും ഉണ്ടാവണം. പ്രാർത്ഥന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതുപോലെ പ്രകൃതിയുടെ ഒരു വിളിയൊന്നുമല്ല. ഈ ഡിജിറ്റൽ യുഗത്തിലും പ്രാർത്ഥിക്കാൻ മുട്ടുന്ന കുട്ടികളുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള മുട്ടൽ സഹിക്കാൻ പറ്റാതെ വിമ്മിഷ്ടപ്പെടുന്ന കുട്ടികൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഷ്ടമാണ്, വളരെ കഷ്ടമാണ്. അപ്പൊ അവർക്ക് വേണ്ടത് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ചികിത്സയാണ്. മനോരോഗ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സേവനമാണ് അവർക്ക് ആവശ്യമുള്ളത്. പിന്നെ SFIക്കാർക്ക് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞു, അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കേണ്ടത് നാട്ടുകാരാണ്. അത് നല്ല വള്ളിച്ചൂരൽ കൊണ്ടോ ഈർക്കിലി വടി കൊണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നഖം കൊണ്ടോ ഒക്കെ നാട്ടുകാരെ തന്നെ ഇവന്മാരെ ചികിത്സിച്ച് വിട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരും നന്നാവും. വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളും കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഒക്കെയുള്ള വളരെ വ്യത്യസ്തരായിട്ടുള്ള ഒരു ജനസമൂഹം ഇങ്ങനെ താമസിക്കുന്ന ഇടങ്ങളിൽ സ്വാഭാവികമായിട്ട് ഒരുപാട് വിട്ടുവീഴ്ചകൾ വേണ്ടി വരും. അങ്ങനെ വിട്ടുവീഴ്ചകളും സഹകരണവും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സമാധാനം തീർച്ചയായിട്ടും നാട് കടന്നു കളയും. സഹജീവിയെ സ്നേഹിക്കാൻ കഴിയാത്ത, സഹജീവിയെ മാനിക്കാൻ കഴിയാത്ത, സഹജീവിയെ അംഗീകരിക്കാൻ കഴിയാത്ത, സഹജീവിയെ ആദരിക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തിൽ സമാധാനം ഉണ്ടാവില്ല. ഓരോരുത്തരും തീർച്ചയായിട്ടും മറ്റുള്ളവരെ ജീവിക്കാൻ വിടുക, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ കടന്നു കയറാൻ ചെല്ലാതിരിക്കുക, അതാണ് വേണ്ടത്. എങ്കിലേ ഈ നാട്ടിൽ സമാധാനത്തോടെ പോകാൻ പറ്റൂ. ഇപ്പം നിർമ്മല കോളേജിൽ നടന്നിരിക്കുന്നത് ഒരു വിവരദോഷത്തിന്റെ പ്രകടനമല്ല, ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ്. സമൂഹത്തിൽ കൃത്യമായും ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധി അതിന്റെ പിന്നിലുണ്ട്. ഒപ്പം തന്നെ ഈ സർക്കാരിന്റെ, ഈ ദ്വിമാറ മരമന്നൻ സർക്കാരിന്റെ പിടിപ്പില്ലായ്മ, പ്രാപ്തിയില്ലായ്മ, കെടുകാര്യസ്ഥത, അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തരം അഴിമതികളും കൊള്ളരുതായ്മകളും ഒക്കെ മറയ്ക്കാൻ വേണ്ടി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതൊരു നിസ്സാരമായ കാര്യമായിട്ട് നമ്മൾ കാണരുത്. ഇത് ചെറിയ 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 കുഞ്ഞു നമുക്ക് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളിലൂടെ വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക്, വലിയ ഒരു അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് സമൂഹത്തെ മാറ്റാനുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഗൗരവത്തോടു കൂടി കാണേണ്ടത് സമാധാന മതസ്ഥരായിട്ടുള്ള ആളുകളാണ്. ആ സഹോദരങ്ങളാണ് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടു കൂടി ഇതിനെ നോക്കിക്കാണേണ്ടത്. കാരണം ഇതിനോട് പ്രതികരിക്കാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് സമാധാന മതസ്ഥരായിട്ടുള്ള ആളുകളാണ്. അതിന് യഥാർത്ഥ സമാധാന പ്രേമികളായിട്ടുള്ള മതസ്ഥർ തീർച്ചയായിട്ടും പറയണം, ഇത് കാണിക്കുന്നത് പോക്രിത്തരമാണ്, ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്, പ്രാർത്ഥനാ മുറികൾ ഒന്നും ഒരുക്കി കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതുപോലെ തന്നെ തീർച്ചയായിട്ടും കുറച്ചുകൂടി പാകത ഇത്തരം കാര്യങ്ങളിൽ കാണിക്കണം. SFIക്കാരുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഇടതുപക്ഷത്തിന്റെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം നിങ്ങൾ മതവിരുദ്ധരായിട്ടുള്ള, വൈരുദ്ധ്യാത്മക, ഭൗതികവാദികളായിട്ടുള്ള സംഘമാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നത് ആടുകളെ തമ്മിലടിപ്പിക്കുന്ന ചെന്നായുടെ ബുദ്ധിയാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുക. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സേവനമോ സഹായമോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ് ഈ പറയുന്ന സമാധാന മതസ്ഥർ കൂടി കാണിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ നാട് നന്നായിട്ട് പോവുള്ളൂ. ഇതിനെ പിന്തുണയ്ക്കാനാണ് ഈ പറയുന്ന കൂട്ടരുടെ ശ്രമമെങ്കിൽ തീർച്ചയായിട്ടും അത് മിതവാദത്തിന്റെ ലക്ഷണമല്ല, സമാധാന പ്രേമത്തിന്റെ ലക്ഷണമല്ല എന്ന് കാണേണ്ടതായിട്ട് വരും സമൂഹത്തിന്. അത്രേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ അല്പമെങ്കിലും ഒരു സാമൂഹ്യ പ്രതിബദ്ധത നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, സമാധാന മതസ്ഥർ എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുകയും സമാധാനത്തിന്റെ മതമാണ് തങ്ങൾ കൊണ്ടു നടക്കുന്നതെന്ന് പറയുകയും ചെയ്യുന്നതിനകത്ത് സത്യമുണ്ടെങ്കിൽ, വാസ്തവമുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ നിർമ്മല കോളേജിൽ ഇപ്പോൾ നടന്ന സംഭവം, ഈ പ്രതിഷേധത്തെ നിങ്ങൾ അപലപിക്കണം. നിങ്ങളത് തെറ്റായി പോയി എന്ന് പരസ്യമായിട്ട് പറയാൻ നിങ്ങളുടെ അധികാരികൾ തയ്യാറാവണം, മതസ്ഥർ തയ്യാറാവണം, മതമേലധ്യക്ഷന്മാർ തയ്യാറാവണം, മതത്തിന്റെ മുതലാളിമാർ തയ്യാറാവണം. നിങ്ങളിങ്ങനെ ഈ കുഞ്ഞാടുകളെ ഇങ്ങനെ തീറ്റിപ്പോറ്റി ഇവരിലൂടെ ഒരു സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കി അത് നേട്ടമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ദയവായിട്ട് നിങ്ങൾ കുറച്ചുകൂടി പാകത കാണിക്കണം എന്ന ഒരു എളിയ അഭ്യർത്ഥന പങ്കുവെച്ചുകൊണ്ട് തീർച്ചയായിട്ടും പോകാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ പണിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് പറയണം എന്ന് തോന്നിയത് കൊണ്ട് കുറച്ചധികം പറഞ്ഞു പോയെന്ന് തോന്നുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ. നല്ല മാമ്പഴം, നല്ല മധുരം.